കടുത്ത വേനൽ ചൂടിന് ഇടെ ആശ്വാസമായി ഒരു വേനൽ മഴ പെയ്തു. അപ്പോഴോ എറണാകുളം ആലുവയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ചെങ്ങമനാട്ട് നിരവധി മരങ്ങൾ കടപുഴകി. ഏക്കർ കണക്കിന് വാഴക്കൃഷി നശിച്ചു. നാശനഷ്ടമുണ്ടായ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ബിപിൻ സി വിജയൻ ചേരുകയാണ്. ബിപിൻ, ഗുഡ് മോർണിംഗ്. കാത്തിരുന്ന് മഴ പെയ്തപ്പം നാശമുണ്ടാക്കുന്ന മഴയായോ? അതെ സ്കെയിൻ, ഇന്നലെ ഒരു 5 മണിക്ക് ശേഷമാണ് മഴ പെയ്തത്. പക്ഷെ ആ മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റാണ് അടിച്ചത്. ഒരു ചുഴലിക്കാറ്റിന് സമാനം തന്നെയായിരുന്നു സ്ഥിതി ഉണ്ടായിരുന്നത്. ഇങ്ങനെ എറണാകുളം ജില്ലയിൽ വ്യാപകമായിട്ടുള്ള നഷ്ടമാണ് ആ ശക്തമായിട്ടുള്ള കാറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ആലുവ, ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി, ഇടക്കൊച്ചി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വലിയ മരങ്ങൾ കടപുഴകി വീണു. വലിയ വാഹനങ്ങൾക്ക് മുകളിലൂടെയാണ് ഈ മരങ്ങൾ വീണത്. ഒപ്പം തന്നെ വീടുകൾക്ക് കേടുപറ്റി. ഒപ്പം തന്നെ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ആലുവയിലെ ചെങ്ങമനാട് എന്നുള്ള പ്രദേശത്താണ്. ഇവിടെ ശ്രീജിത്ത് എന്നുള്ള ആളുടെ കൃഷിയാണ് നശിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഏക്കർ കണക്കിന് വാഴക്കൃഷിയാണ് നശിച്ചിരിക്കുന്നത്. ഒരു മാസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ അതിന്റെ ഫലം കർഷകന് ലഭിക്കുമായിരുന്നു. പക്ഷേ ഈ വേനൽ മഴയ്ക്കൊപ്പം ഉണ്ടായിട്ടുള്ള കാറ്റ് ആ പ്രതീക്ഷകളെ എല്ലാം തന്നെ തകിടം മറിച്ചിരിക്കുകയാണ്. ഏക്കർ കണക്കിന് കൃഷി പൂർണ്ണമായും നശിച്ച് കിടക്കുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാഴക്കൊലകളുണ്ട്, പക്ഷെ അതൊന്നും തന്നെ പാകമായിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കർഷകരൊക്കെ നിൽക്കുകയാണ്. കാരണം അത്ര വലിയ ഒരു നഷ്ടം ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഈ ഒരു സമയത്ത് മഴയ്ക്കൊപ്പം തന്നെ ഇത്ര വലിയൊരു കാറ്റടിക്കുമെന്ന്. അപ്പോൾ ആ ചുഴലിക്കാറ്റിലുണ്ടായിട്ടുള്ള നഷ്ടമാണ്. ഈ സ്ഥലത്തിന്റെ ഉടമയും ഈ കൃഷി നടത്തിയിരുന്ന ഷാജി എന്ന ശ്രീജിത്ത് ചേരുന്നുണ്ട്. വലിയൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. വലിയൊരു നഷ്ടമാണ്, വലിയൊരു പ്രതീക്ഷകളാണ് പോയിരിക്കുന്നത്. ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ അത് മൊത്തം പോയി ഒന്നുമില്ല. 3000-ഓളം വാഴയുണ്ട് പോയിരിക്കുകയാണ്. ഇൻഷുർ ചെയ്തിരുന്നോ? ഇല്ല, ഇൻഷുറൻസ് ഇല്ല. മഴക്ക് മുമ്പായിട്ട് വെട്ടി തീർക്കാന്നുള്ള ധാരണയിലാണ്. പക്ഷെ അത് പറ്റിയില്ല. ഒരുപാട് ലോൺ ഉണ്ടോ? ലോണുണ്ട്. ബാങ്ക് 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ഒരു സൊസൈറ്റിയിൽ നിന്ന് ലോണാണ്. ലോണും പിന്നെ കുറേ സ്വർണ്ണങ്ങളൊക്കെ പണം വെച്ചിട്ടാണ് ചെയ്തത്. ഒറ്റ മഴയിലും എല്ലാം നഷ്ടപ്പെട്ടല്ലേ? എപ്പോഴത്തേക്ക് വെട്ടാനായിരുന്നു? അപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ വെട്ടിത്തീരായിരുന്നു. മഴക്ക് മുമ്പ് വിട്ടാം എന്നുള്ള ധാരണ വെച്ചത്. പറ്റില്ല. അപ്പോൾ അത്രത്തോളം ഒരു വേദനയിലാണ് ഈ കർഷകർ, ഷാജി എന്നുള്ള ആളൊക്കെ ഉള്ളത്. കാരണം അവരോട് എന്ത് പറയണമെന്ന് നമുക്കും അറിയില്ല. കാരണം അത്രയും അധ്വാനിച്ച് ഉണ്ടാക്കിയതായിരുന്നു. ഒരു മാസം കൂടി കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വെട്ടാമായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഇൻഷൂർ പോലും ചെയ്യാത്തത്. കാരണം മഴക്കാലമാവുന്നതിന് മുൻപ് തന്നെ അത് ഇതിന്റെ കൊലയൊക്കെ എടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനൊന്നും സാധിക്കാത്ത അത്ര വലിയ ഒരു കാഴ്ച, അത്രയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതിനോടൊപ്പം തന്നെ നിരവധി മരങ്ങളൊക്കെ വീടുകൾക്ക് മുകളിൽ വീണിട്ടുണ്ട് പല ഭാഗങ്ങളിലും. ഒപ്പം തന്നെ വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. കാരണം ഈ ട്രാൻസ്ഫോമറിന് മുകളിലൂടെയും മരങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് വീണിട്ടുണ്ട്, ഇടക്കൊച്ചിയിലടക്കം. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ വൈദ്യുതി പൂർണ്ണമായും അത് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളമാണ് ഈ കാറ്റ് നിലനിന്നത്. ആ കാറ്റിലാണ് ഇത്ര വലിയ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിച്ചിരിക്കുന്നത്. എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.